കോഴിക്കോട് വന്നാൽ ഒരിക്കലും മിസ്സാക്കാൻ പറ്റാത്ത കുറച്ച് സ്ഥലങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ കാണാം കേട്ടോ. നിങ്ങളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലാണ് വരുന്നതെങ്കിൽ നേരെ അവിടെ നിന്ന് 5 മിനിറ്റ് മുന്നോട്ട് നടന്നാൽ നമ്മളെ മിഠായിത്തെരുവ് എത്തി. മിഠായിത്തെരുവ് വന്നാൽ പണ്ടത്തല്ല ശരിക്കുള്ള പേര് സ്വീറ്റ് മീറ്റ് സ്ട്രീറ്റ്, SM സ്ട്രീറ്റ് എന്നാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ സ്വീറ്റ് മീറ്റ് ഒന്നുമല്ല, ഒരുപാട് തുണി ഷോപ്പുകളും മറ്റുള്ളൊരു അടിപൊളി വാക്ക് വേ എന്ന് പറയാം. സ്വീറ്റ് മീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഹൽവയ്ക്ക് പണ്ടത്തെ ബ്രിട്ടീഷുകാരുടെ കാലത്തൊക്കെ പറയുന്ന പേരാണ് ഈ സ്വീറ്റ് മീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരുപാട് ഷോപ്പുകളും കുറച്ച് മുന്നോട്ട് പോയാൽ ഹൽവ ബസാറൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് സ്വീറ്റ് മീറ്റ് സ്ട്രീറ്റ് എന്ന് പേര് വന്നതാണെന്നാണ് ഗൂഗിളൊക്കെ പറയുന്നത്. അപ്പോൾ ഇപ്പം ശരിക്കും ഒരു ഷോപ്പിംഗ് ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് വരാൻ പറ്റുന്ന ഒരു സ്പോട്ട്. അതേപോലെ കുറേ ഫുഡ് സ്പോട്ടുകളും എന്താ പറയുക റെസ്റ്റോറൻറ്റുകളും പിന്നെ ഈ ഹൽവ വാങ്ങാൻ പറ്റുന്ന കുറേ ഷോപ്പുകളൊക്കെ ഉള്ളൊരു വാക്ക് വേ. ഒരുപാട് ഏരിയ ഉണ്ട്. ഇവിടുന്ന് നേരെ മുന്നോട്ട് പോയാൽ നമുക്ക് LIC, മാനാഞ്ചിറ അങ്ങനത്തെ ഭാഗങ്ങളിലേക്കൊക്കെ നടന്ന് തന്നെ നമുക്ക് പോകാം. റെയിൽവേ സ്റ്റേഷൻ വഴി അങ്ങനെ ഇറങ്ങി നേരെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടന്ന് ജസ്റ്റ് ഒരു വാക്ക് വേ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിപ്പ് അടിക്കുക. അതൊക്കെ ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള ബേക്കറി കേട്ടോ. ഒരുപാട് പേര് ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ അതാണ് നമ്മുടെ കോഴിക്കോടിൻ്റെ മിഠായിത്തെരുവ് അഥവാ സ്വീറ്റ് മീറ്റ് സ്ട്രീറ്റ്. നമുക്ക് കുറച്ച് കാഴ്ചകൾ അങ്ങനെ കണ്ട് നടക്കാം. ആ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ചും കൂടി മുന്നോട്ടൊക്കെ പോയി നമുക്ക് റെയിൽവേ ക്രോസിംഗ് ഒക്കെ കടന്ന് അങ്ങനെ പോയാൽ നമ്മുടെ കോഴിക്കോടിൻ്റെ ഒരു ചരിത്രം ഉറങ്ങുന്ന സ്ഥലം എന്ന് പറയാം വെല്യങ്ങാടി. അവിടെ എങ്ങനെ പോയി ഉച്ച സമയമാണ്, നല്ല വെയിലും ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു പിസ്തക്കട കണ്ടു കേട്ടോ. ബെസ്റ്റ് അവിടെ കയറി 20 രൂപയ്ക്ക് പിസ്ത സാധനങ്ങളൊക്കെ കണ്ടു. അപ്പോൾ ഞാനെന്തായാലും അവിടെ ഒരു പപ്പായ സ്പെഷ്യലാണ് ഫേവറേറ്റ് സാധനം കേട്ടോ. അപ്പോൾ ഇവിടെ വരുമ്പോഴൊക്കെ അതിങ്ങനെ കഴിക്കാറുണ്ട്. 30 രൂപ 20 രൂപയ്ക്ക് ഇങ്ങനെ ഭയങ്കര തിരക്കുള്ള ഒരു സ്പോട്ട്. കോഴിക്കോട് ഇങ്ങനെയാണുള്ള ചില ഫുഡ് സ്പോട്ടുകൾ ഭയങ്കരമായിട്ട് ഹൈപ്പായിരിക്കും, ഭയങ്കര തിരക്കുമായിരിക്കും അവിടെയൊക്കെ. അങ്ങനത്തെ ഒരു ഫുഡ് സ്പോട്ട് ഒന്നും പറയാൻ പറ്റില്ല. ചെറിയൊരു 2-3 ഐറ്റംസ് ഉള്ള ഒരു ചെറിയ ജ്യൂസ് കട എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മളെ കോഴിക്കോട് ഏറ്റവും ഫേമസ് ആയുള്ള പപ്പായ എന്നാണ് പറയുന്നത്. പപ്പായല്ല, പിസ്തക്കട എന്നാണ് അതിന് പേര്. ഏറ്റവും സമയത്തൊക്കെ ഇത് കഴിക്കാനാണ് സുഖം. ഒരു 20 ഉറുപ്പിക കൊടുക്കും നമ്മൾ പപ്പായ പിസ്ത 2 ദിവസമാണ്. അപ്പോൾ ശരി, അടിപൊളി. അപ്പോൾ അത് കഴിച്ചാൽ നമുക്ക് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് അതിൽ തന്നെ നമുക്ക് വെല്യങ്ങാടീൻ്റെ ഉള്ളിൽ. ഇതാണ് ശരിക്കുള്ള വെല്യങ്ങാടി എന്ന് പറയുന്നത് കേട്ടോ. ഇത് ശരിക്കും കോഴിക്കോടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വാണിജ്യ തലസ്ഥാനം എന്നൊക്കെ പറയുന്നൊരു ഭാഗമായിരുന്നു പണ്ട് കാലത്ത്. അതിൻ്റെ ഒരു മെയിൻ സെൻറ്റർ ഇപ്പോഴും. അതായത് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ തന്നെ ഒരുപാട് സുഗന്ധവ്യഞ്ജനങ്ങളുടെ അങ്ങനത്തെ ഒരു സ്മെല്ലൊക്കെ ആയിട്ട് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ കോഴിക്കോട് വരുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഒന്ന് നടന്ന് അതൊക്കെ ഒന്ന് അനുഭവിക്കണം. അപ്പോൾ നമുക്ക് ബീച്ചിലൊക്കെ പോയി വന്നാൽ നേരെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നേരെ മുന്നോട്ട് നടന്നാൽ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. അപ്പോൾ അങ്ങനെ നമുക്ക് യാത്ര കൊണ്ട് അവസാനിപ്പിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ശരി.